ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതലുള്ള 7 ദിവസത്തേക്ക് ഞാൻ ചട്നീൻ്റെ റെസിപ്പി ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തക്കാളി ചട്നീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ദോശയ്ക്കും ഇഡ്ഡലീൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 സ്പൂണ് കടലപ്പരിപ്പ്. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 3 വെളുത്തുള്ളി കീറിയത് അതും ചേർത്ത് കൊടുക്കാം. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം, ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്കൊരു 2 വറ്റൽമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2 കാശ്മീരി മുളക്, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും 2 വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് നന്നായിട്ട് പച്ച സ്മെല്ലെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അരച്ചതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് താളിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അടുത്ത നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.